ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോഴേക്കും പറയുമ്പോഴൊക്കെ, ചെയ്യുമ്പോഴൊക്കെ, കാണുമ്പോഴൊക്കെ, എഴുതുമ്പോഴൊക്കെ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഞാൻ അവൾക്ക് എഴുതുമ്പോഴൊക്കെ അവൾ എനിക്ക് മറുപടി അയക്കാറുണ്ട്. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള സംസാരമില്ലേ, അത് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. കോഫി കുടിക്കുമ്പോഴൊക്കെ എനിക്ക് തലവേദന വരാറുണ്ട്. ഞാൻ കോഫി കുടിക്കുന്ന സമയത്തൊക്കെ അപ്പോഴൊക്കെ എനിക്ക് തലവേദന വരാറുണ്ട്. ഇത് നമ്മൾ എങ്ങനെ പറയും? എവറി ടൈം ഐ ഡ്രിങ്ക് കോഫി ഐ ഗെറ്റ് ഹെഡേക്ക്. എവറി ടൈം ഐ ഡ്രിങ്ക് കോഫി, ഞാൻ കോഫി കുടിക്കുമ്പോഴൊക്കെ, എവറി ടൈം ഐ ഡ്രിങ്ക് കോഫി, എനിക്ക് എന്ത് സംഭവിക്കും? ഐ ഗെറ്റ് ഹെഡേക്ക്, എനിക്ക് തലവേദന വരും. ഐ ഗെറ്റ് ഹെഡേക്ക്. ഗെറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളിവിടെ ഗെറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഗെറ്റ്, അസുഖങ്ങളിലേക്ക് ഇതുപോലെ അസുഖം കിട്ടുക, അല്ലെങ്കിൽ തലവേദന വരിക, അല്ലെങ്കിൽ ജലദോഷം വരിക എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഗെറ്റ് ഉപയോഗിക്കും. അപ്പൊ എവറി ടൈം ഐ ഡ്രിങ്ക് കോഫി ഐ ഗെറ്റ് ഹെഡേക്ക്. ഇനി എക്സാമ്പിൾ, ഇപ്പൊ നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴൊക്കെ എനിക്ക് വയറുവേദന വരും. ഇതെങ്ങനെ പറയും? എവറി ടൈം ഐ ഡ്രിങ്ക് ലെമൺ ജ്യൂസ് ഐ ഗെറ്റ് സ്റ്റൊമക് ഏക്ക്. കണ്ട, എപ്പോഴൊക്കെ നാരങ്ങ വെള്ളം കുടിക്കുന്നുവോ അപ്പോഴൊക്കെ എനിക്ക് വയറുവേദന വരും. എവറി ടൈം ഐ ഡ്രിങ്ക് ലെമൺ ജ്യൂസ് ഐ ഗെറ്റ് സ്റ്റൊമക് ഏക്ക്. കണ്ടോ? ആ രീതിയിൽ നമ്മൾ വേറെ സെന്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എവറി ടൈം എന്തെങ്കിലും ചെയ്യുക, അല്ലെ? അത് അപ്പോഴാണ് നമ്മൾ എവറി ടൈം കോമൺ ആണ് എല്ലാ സെന്റൻസുകളിലും. പിന്നെ നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിന് ശേഷമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, എവറി ടൈം ഐ ഡ്രിങ്ക് കോഫി, ഞാൻ കാപ്പി കുടിക്കുമ്പോഴൊക്കെ. കണ്ട, എവറി ടൈം ഐ ഡ്രിങ്ക് എന്ന പ്രവൃത്തി അതിന് ശേഷമാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസുകൾ നമുക്ക് നോക്കാം. അവൾ എപ്പോഴൊക്കെ കടയിൽ പോകുന്നുവോ അപ്പോഴൊക്കെ അവള് സ്വീറ്റ്സ് വാങ്ങിക്കും. ഇതെങ്ങനെ പറയും? എപ്പോഴൊക്കെ അവള് കടയിൽ പോകുന്നുവോ അപ്പോഴൊക്കെ അവള് സ്വീറ്റ്സ് വാങ്ങിക്കും. എവറി ടൈം ഷീ ഗോസ് ടു ദ ഷോപ്പ്. കണ്ട, എവറി ടൈം ഷീ ഗോസ്. ഗോ എന്നുള്ള വാക്കിന്റെ കൂട്ടത്തിൽ നമ്മൾ es ചേർത്തു. എന്തുകൊണ്ടാണ്? ഗോസ്. ഗോസ് എന്ന് വെച്ചാൽ എന്താണ്? പോകുന്നു. അത് ഷീ ആയതുകൊണ്ടാണ്, അവൾ, അല്ലെ? ഒരു തേർഡ് പേഴ്സൺ ആണ്, അല്ലെ? അപ്പൊ തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് നമ്മളിപ്പോ ഞാനും അല്ല നീയും അല്ല, വേറൊരാളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ സിംഗുലർ ആയിട്ടുള്ള, ഏകവചനമായിട്ടുള്ള ആ ഒരു പ്രോനൗന്റെ കൂട്ടത്തിൽ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ വരുന്ന ക്രിയയുടെ കൂടെ ഒരു എസ് അല്ലെങ്കിൽ es ചേർക്കാറുണ്ട്, അല്ലെ? സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇവിടെ അവൾ എപ്പോഴൊക്കെ കടയിൽ പോകുന്നുവോ അപ്പോഴൊക്കെ അവള് സ്വീറ്റ്സ് വാങ്ങിക്കും എന്ന് പറയുന്നത്. എവറി ടൈം ഷീ ഗോസ് ടു ദ ഷോപ്പ് ഷീ ബൈസ് സ്വീറ്റ്സ്. കണ്ട, ബൈ എന്ന് പറയുന്ന വാക്ക് എന്താണ്? വാങ്ങുക. ഇവിടെ തേർഡ് പേഴ്സൺ ആയതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചേർത്തു? ബൈയുടെ കൂടെ ഒരു എസും കൂടി ചേർത്തിട്ട് ബൈസ് എന്നാക്കി. കണ്ട, എവറി ടൈം ഷീ ഗോസ് ടു ദ ഷോപ്പ് ഷീ ബൈസ് സ്വീറ്റ്സ്. കണ്ട, ഇനി അവൾ എപ്പോഴൊക്കെ പാർക്കിൽ പോയാലും ഐസ്ക്രീം കഴിക്കുന്നു. എങ്ങനെ പറയും നമ്മൾ? എവറി ടൈം ഷീ ഗോസ് ടു ദ പാർക്ക്. എവറി ടൈം ഷീ ഗോസ് ടു ദ പാർക്ക്, അവൾ എന്ത് ചെയ്യും? അവൾ ഐസ്ക്രീം കഴിക്കും. അപ്പൊ എങ്ങനെ പറയും? ഷീ ഈറ്റ്സ് ഐസ്ക്രീം. എവറി ടൈം ഷീ ഗോസ് ടു ദ പാർക്ക് ഷീ ഈറ്റ്സ് ഐസ്ക്രീം. കണ്ടോ? ഇനി അവൾ എപ്പോഴൊക്കെ പാർക്കിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവള് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയും നമ്മള്? അവൾ എപ്പോഴൊക്കെ പോയോ, അല്ലെ? എവറി ടൈം ഷീ വെന്റ് ടു ദ പാർക്ക് ഷീ ഏറ്റ് ഐസ്ക്രീം. എപ്പോഴൊക്കെ ഞാൻ പഠിക്കാൻ പോകുന്നുവോ അപ്പോഴൊക്കെ ഞാൻ എല്ലാ പുസ്തകവും എടുത്തുകൊണ്ട് പോകും. എന്റെ പഠിക്കാൻ പോകുന്ന ഒരു രീതിയാണ്. എപ്പോഴൊക്കെ ഞാൻ പഠിക്കാൻ പോകുന്നു ആ പഠിക്കാനുള്ള വിഷയം മാത്രമല്ല, എല്ലാ ബുക്സും ഞാൻ എടുത്തുകൊണ്ട് പോകും. അപ്പൊ എങ്ങനെയാണ്? എവറി ടൈം ഐ ഗോ ടു സ്റ്റഡി. എവറി ടൈം ഐ ഗോ ടു സ്റ്റഡി, ഞാൻ എപ്പോഴൊക്കെ പഠിക്കാൻ പോകുന്നുവോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും?
ഐ ടേക്ക്, ഞാൻ എടുക്കും. എന്തെടുക്കും? ഐ ടേക്ക് ഓൾ മൈ ബുക്സ്, എൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ എടുത്തുകൊണ്ടാണ് പോകുന്നത്. സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഹാബിറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എവറി ടൈം ഐ ഗോ ടു സ്റ്റഡി ഐ ടേക്ക് ഓൾ മൈ ബുക്സ്. കണ്ടോ? അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബുകൾ ഏതൊക്കെയാണ്? ഗോ, ഗോ ടു സ്റ്റഡി, പഠിക്കാൻ പോവുക അല്ലെ, ഗോ ആണ്. പിന്നെ അടുത്തത് ടേക്ക്, എടുക്കുന്നു അല്ലെ, എടുക്കുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ ശ്രദ്ധിക്കുക, സെന്റൻസുകളിൽ നമ്മൾ വെർബ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് തന്നെ കൃത്യമായിട്ട് വെർബ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവൾ എപ്പോഴൊക്കെ എന്നെ സന്ദർശിക്കുന്നുവോ അപ്പോഴൊക്കെ എനിക്കൊരു ബുക്ക് കൊണ്ടുവന്നു തരും. അവൾ എപ്പോഴൊക്കെ എന്നെ സന്ദർശിക്കുന്നുവോ അപ്പോഴൊക്കെ അവൾ എനിക്കൊരു ബുക്ക് കൊണ്ടുവരും. അതെങ്ങനെ പറയും? എവറി ടൈം ഷീ വിസിറ്റ്സ് മീ. എവറി ടൈം ഷീ വിസിറ്റ്സ് മീ, എന്നെയാണ് സന്ദർശിക്കുന്നത് അവൾ. എവറി ടൈം ഷീ വിസിറ്റ്സ്, കണ്ടോ? അവിടെ നമ്മൾ ഷീയുടെ കൂടെ വിസിറ്റിന്റെ കൂടെ ഒരു എസും കൂടി ചേർത്തത് കണ്ടോ? എവറി ടൈം ഷീ വിസിറ്റ്സ് മീ, അവൾ എന്ത് ചെയ്യും? അവൾ ബുക്ക് കൊണ്ടുവരും. അതെങ്ങനെ പറയും? ഷീ ബ്രിങ്സ് അല്ലെ, കൊണ്ടുവരിക എന്നുള്ള വാക്ക് ഏതാണ്? ബ്രിങ് ആണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എസും കൂടി ചേർത്തു, അവളല്ലേ കൊണ്ടുവരുന്നത്. എവറി ടൈം ഷീ വിസിറ്റ്സ് മീ ഷീ ബ്രിങ്സ് എ ബുക്ക് അല്ലെ, ഷീ ബ്രിങ്സ് എ ബുക്ക്. അവൾ എന്താ കൊണ്ടുവരുന്നത്? ഒരു പുസ്തകം, എ ബുക്ക്. ഓക്കെ, എവറി ടൈം ഷീ വിസിറ്റ്സ് മീ ഷീ ബ്രിങ്സ് മീ എ ബുക്ക്, എനിക്കൊരു പുസ്തകം കൊണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മളവിടെ ബ്രിങ്സ് മീ എന്ന് പ്രത്യേകമായിട്ട് ചേർക്കണം. ബ്രിങ്സ് കഴിഞ്ഞിട്ട് ഒരു മീ, എനിക്കാണ് കൊണ്ടുവരുന്നത് അല്ലെ, ബ്രിങ്സ് മീ എ ബുക്ക്. ഇനി എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു ഉപദേശമാണ്. എന്താണെന്നറിയാമോ? നീ എപ്പോഴൊക്കെ ജോലി ചെയ്യുന്നുവോ അപ്പോഴൊക്കെ കുറച്ച് പൈസ സമ്പാദിക്കുന്നു. നീ എപ്പോഴൊക്കെ ജോലി ചെയ്യുന്നോ അപ്പോഴൊക്കെ നീ കുറച്ച് പൈസ സമ്പാദിക്കൂ. ഇതെങ്ങനെ പറയും? എവറി ടൈം യു വർക്ക്, എവറി ടൈം യു വർക്ക്, എന്ത് ചെയ്യണം നീ? യു സേവ് സം മണി. ഓക്കെ, എവറി ടൈം യു വർക്ക് യു സേവ് സം മണി. എപ്പോഴൊക്കെ നീ ജോലി ചെയ്യുന്നുവോ അപ്പോഴൊക്കെ നീ കുറച്ച് പൈസ സമ്പാദിക്കണം. ഓക്കെ, എവറി ടൈം യു വർക്ക് യു സേവ് സം മണി. ഓക്കെ, every time we go out we have some food. Every time we go out we have some food. Every time we go out we have some food. ഇതെങ്ങനെ പറയും? ഞങ്ങൾ എപ്പോഴൊക്കെ പുറത്തു പോകുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ കുറച്ച് ഭക്ഷണം കഴിക്കും പുറത്തു പോയിട്ട് അല്ലെ. അതാണ് എവറി ടൈം വി ഗോ ഔട്ട്, ഞങ്ങൾ പുറത്ത് പോകുമ്പോഴേക്കും വി ഹാവ്. ഹാവ് എന്ന് വെച്ചാൽ എന്താണ്? ഈറ്റ് എന്നുള്ളതിന്റെ വേറൊരു രീതിയാണ് ഹാവ് ഫുഡ്. ഈറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഈറ്റ് എന്തെങ്കിലും ഒരു ഐറ്റമാണ് നമ്മൾ പറയാറുള്ളത്. ഹാവ് ഫുഡ് അല്ലെ, ഹാവ് ഫുഡ്. എവറി ടൈം വി ഗോ ഔട്ട് വി ഹാവ് ഫുഡ്. അവരെപ്പോഴൊക്കെ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നുവോ അപ്പോഴൊക്കെ അവര് നോട്ട്സ് എഴുതിയെടുക്കും അല്ലെ. പലർക്കും ഇല്ലാത്തൊരു ശീലമാണ്, സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കും. പക്ഷെ ചിലരൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇവരെങ്ങനെയാണ്? എവറി ടൈം, അവരെപ്പോഴൊക്കെ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നുവോ ആ സമയത്തൊക്കെ അവര് നോട്ട്സ് എഴുതിയെടുക്കും. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? എവറി ടൈം ദേ അറ്റൻഡ് ദ സെമിനാർ. എവറി ടൈം ദേ അറ്റൻഡ് ദ സെമിനാർ ദേ ടേക്ക് നോട്ട്സ്. നോട്ട്സ് എഴുതിയെടുക്കുന്നതിന് നമ്മൾ ടേക്ക് നോട്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, എവറി ടൈം ദേ അറ്റൻഡ് ദ സെമിനാർ ദേ ടേക്ക് നോട്ട്സ്. ഓക്കെ, ഞാൻ എപ്പോഴൊക്കെ അവന്റെ മുറി വൃത്തിയാക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൻ എനിക്ക് ടിപ്സ് തരുന്നുണ്ട്. അതെങ്ങനെ പറയും? ഞാൻ എപ്പോഴൊക്കെ അവന്റെ മുറി വൃത്തിയാക്കുന്നുവോ അതെങ്ങനെ പറയും? എവറി ടൈം ഐ ക്ലീൻ ഹിസ് റൂം. എവറി ടൈം ഐ ക്ലീൻ ഹിസ് റൂം ഹി ഗീവ്സ് മീ. എന്താണ് അവൻ എനിക്ക് തരുന്നത്? പൈസയാണ് അല്ലെ. അപ്പൊ അതിന് നമ്മളൊരു രീതിയിൽ പറയും ടിപ്സ് എന്ന് പറയും അല്ലെ. ആർക്കും ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കൈമണിയൊക്കെ കൊടുക്കുന്നതിന് നമ്മൾ ടിപ്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എവറി ടൈം ഐ ക്ലീൻ ഹിസ് റൂം ഹി ഗീവ്സ് മീ, എനിക്കാണ് തരുന്നത്. ഹി ഗീവ്സ് മീ സം ടിപ്സ്. എവറി ടൈം ഐ ക്ലീൻ ഹിസ് റൂം ഹി ഗീവ്സ് മീ സം ടിപ്സ്. ഓക്കെ, മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും എന്താണ് നമ്മൾ കാണാറുള്ളത് അല്ലെ? റെയിൻബോ. റെയിൻബോ കാണുമ്പോഴേക്കും നമുക്ക് എന്ത് തോന്നും? നമുക്ക് ഹാപ്പിനെസ് തോന്നും അല്ലെ. അപ്പൊ റെയിൻബോ, മഴവെല്ല് കാണുമ്പോഴൊക്കെ എനിക്ക് സന്തോഷം തോന്നുന്നു.
മഴവില്ല് കാണുമ്പോഴൊക്കെ എനിക്ക് സന്തോഷം തോന്നുന്നു. എങ്ങനെ പറയും? എവറി ടൈം ഐ സീ റെയിൻബോ. എവറി ടൈം ഐ സീ റെയിൻബോ. എനിക്ക് എന്ത് തോന്നും? സന്തോഷം തോന്നും. അതെങ്ങനെ പറയും? ഐ ഫീൽ. തോന്നുക എന്നുള്ളതിന് നമ്മൾ ഫീൽ എന്നാണ് പറയുന്നത്. ഐ ഫീൽ ഹാപ്പി. ഐ ഫീൽ ഹാപ്പി. എവറി ടൈം ഐ സീ റെയിൻബോ ഐ ഫീൽ ഹാപ്പി. ഇനി അവനാണ്, ഇപ്പൊ എനിക്ക് പകരം അവനാണ് മഴവില്ല് കാണുന്നെങ്കിൽ അവന് സന്തോഷം അനുഭവപ്പെടുന്നു എന്നുള്ള അതിനെ നമ്മൾ തിരിച്ചെങ്ങനെ പറയും? എവറി ടൈം ഹീ സീസ് റെയിൻബോ ഹീ ഫീൽസ് ഹാപ്പി. കണ്ട, അപ്പൊ അവിടെ എസ് ചേർക്കേണ്ടി വന്നു. അപ്പൊ ഹീ, ഷീ, ഇറ്റ് ഇതിൽ മൂന്നും ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പേരുകൾ, ഒരാളുടെ പേരുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബിന്റെ കൂട്ടത്തിൽ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കാറുണ്ട്. ഇവിടെ അതാണ് സംഭവിച്ചത്. എവറി ടൈം ഹീ സീസ് റെയിൻബോ ഹീ ഫീൽസ് ഹാപ്പി. ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ എവറി ടൈം ഐ സീ, കണ്ട അവിടെ എസ് ചേർക്കുന്നില്ല. എവറി ടൈം ഐ സീ റെയിൻബോ ഐ ഫീൽ ഹാപ്പി. കണ്ട. ഇനി അതിന് പകരം ഇപ്പൊ എന്തെങ്കിലും സങ്കടമുള്ള കാര്യങ്ങൾ കാണുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും അത് കാണുമ്പോ നമുക്ക് സങ്കടമല്ലേ തോന്നുന്നത്, ആ രീതിയിലൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും. ഏതെങ്കിലും ഇപ്പൊ കൂട്ടുകാര് കരയുന്നത് കാണുമ്പോഴേക്കും ഞാനും കരയുന്നു. ഇതെങ്ങനെ പറയും? എവറി ടൈം ഐ സീ മൈ ഫ്രണ്ട്സ് ക്രൈയിങ് ഐ ഫീൽ സാഡ്. എവറി ടൈം ഐ സീ മൈ ഫ്രണ്ട്സ് ക്രൈയിങ്. എന്റെ കൂട്ടുകാരൊപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേക്കും എന്ത് പറ്റും? ഐ ഫീൽ സാഡ്. എനിക്ക് സങ്കടമാണ് തോന്നുന്നത്. ഇതുപോലെ മാറ്റി മറിച്ചൊക്കെ നിങ്ങൾ ഈ സെന്റൻസ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റീവ് വേയില് നിങ്ങൾ സ്വയമായിട്ട് ചെയ്തും പഠിക്കണം കേട്ടോ. ഇനി അവൻ എപ്പോഴൊക്കെ ജിമ്മിൽ പോകുന്നതല്ലേ, നമ്മൾ അവിടെ പോയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യല്ലോ. അപ്പൊ ജിമ്മിൽ പോകുമ്പോഴേക്കും അവൻ എപ്പോഴൊക്കെ ജിമ്മിൽ പോകുന്നു അപ്പോഴൊക്കെ അവൻ ടയേർഡ് ആകും. ഇതെങ്ങനെ പറയും നമ്മള്? എവറി ടൈം he goes to the gym he feels tired. Every time he goes to the gym he feels tired. Okay. എപ്പോഴൊക്കെ അതിഥികൾ വന്നാലും ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും. എപ്പോഴൊക്കെ അതിഥികൾ വരുന്നു അല്ലെങ്കിൽ അതിഥികൾ എപ്പോൾ വന്നാലും ഞങ്ങൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കും. ഇതെങ്ങനെ പറയും? എവറി ടൈം ഗസ്റ്റ് കം. എവറി ടൈം ഗസ്റ്റുകൾ അല്ലെ, ഗസ്റ്റ്. എവറി ടൈം ഗസ്റ്റ് കം നമ്മൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന എങ്ങനെ പറയുന്നത്? വി കുടിക്കാൻ കൊടുക്കുക, ഓഫർ അല്ലെ, കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓഫർ ആണ് ചെയ്യുന്നത്. വി ഓഫർ സം ഡ്രിങ്ക്സ്. വി ഓഫർ സം ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ നമ്മൾ പാനീയങ്ങൾ, കുടിക്കാനുള്ള പാനീയങ്ങൾ കൊടുക്കുക അല്ലെ. വി ഓഫർ സം ഡ്രിങ്ക്സ്. എവറി ടൈം ഗസ്റ്റ് കം വി ഓഫർ സം ഡ്രിങ്ക്സ്. എപ്പോ സങ്കടമുള്ള സിനിമകൾ കണ്ടാലും ഞാൻ കരയും. എപ്പോഴൊക്കെ ഞാൻ സങ്കടമുള്ള സിനിമകൾ കണ്ടാലും ഞാൻ കരയും. അതെങ്ങനെ പറയും? എവറി ടൈം ഐ വാച്ച് അല്ലെ, ടി വി സിനിമയൊക്കെ കാണണേന് നമ്മൾ വാച്ച് എന്നാണ് പറയുന്നത്. എവറി ടൈം ഐ വാച്ച് എങ്ങനത്തെ സിനിമയാണ്? സാഡ് മൂവി. എവറി ടൈം ഐ വാച്ച് സാഡ് മൂവി ഞാൻ എന്ത് ചെയ്യും? ഐ ക്രൈ. ഞാൻ കരയും അല്ലെ, ഞാൻ കരയുന്നു, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇനി സന്തോഷമുള്ള സിനിമകൾ കാണുമ്പോൾ ഞാൻ ചിരിക്കും. ഇതെങ്ങനെ പറയും? എവറി ടൈം ഐ വാച്ച് ഹാപ്പി മൂവി എന്ത് സംഭവിക്കും? ഐ laugh. എവറി ടൈം ഐ വാച്ച് ഹാപ്പി മൂവി ഐ laugh. ഓക്കെ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഈ രീതിയിൽ എവറി ടൈം എന്താണ്? എവറി ടൈം ഇതുപോലെ നിങ്ങൾ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻസ് നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇതുപോലെ തന്നെ വേറെ വേറെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇത് നല്ല ഈസിയാണ്, ഈസി വേ ആണ്. ഈ രീതിയിൽ നന്നായിട്ട് പറഞ്ഞു പഠിക്കുക. അപ്പൊ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.